ശ്രീ കെ വി എസ് ഹരിദാസ്, ബി ജെ പി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായ പ്രചാരണ പരിപാടികളാണ്. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പലയിടങ്ങളിൽ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ഞങ്ങളുടെ അധീനതയിലേക്ക് എത്തും തുടങ്ങിയ ഒരുപാട് അവകാശവാദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? ഇതിപ്പോൾ സാധാരണഗതിയിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM കോൺഗ്രസ് ഡയറക്ട് ഫൈറ്റ് എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തവണ എന്തു സാധ്യമാകും എന്നുള്ളതാണ് BJP വിചാരിക്കുന്നത്. അല്ല മധു, കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും. മധു പറഞ്ഞത് ശരിയാണ്. പഴയ കാലത്ത് ഇത് കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അങ്ങനെ ഒരു ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. ഇത്തവണ രംഗം മാറിയിട്ടുണ്ട്. കേരളം മാറുന്നു എന്നുള്ള ഒരു സന്ദേശം കേരളത്തിലെമ്പാടും എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. ആ ഉറപ്പാണ് എനിക്ക് ഈ സമയത്ത് നൽകാൻ കഴിയുന്നത്. ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ അണിനിരത്തിയിട്ടുള്ള ഏക കക്ഷി അതും BJP തന്നെയാണ്. അപ്പോൾ ആ നിലയിലുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഞങ്ങൾ നടത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു മുമ്പ് സംഘടനാ രംഗത്ത് BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സുശക്തമായ നിലയിൽ നടത്തി. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ മാധു, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്ക് ആരാ വോട്ട് ചെയ്യുന്നേ? ഈ പാർട്ടിയുടെ ഇന്നിപ്പോൾ VD സതീശൻ്റെ ബൈറ്റ് നിങ്ങൾ കാണിച്ചില്ലേ? ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് നിലവിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദുരന്ത മുഖം. എന്താണ് അവരുടെ അവസ്ഥ? കേരളത്തിൽ കേരളം മുഴുവൻ നടന്നാൽ എവിടെ അവർ തമ്മിലടിക്കാത്ത? കോൺഗ്രസ് ഓഫീസുകളിൽ മുഴുവൻ പട്ടാളത്തെ നിർത്തേണ്ട അവസ്ഥ വന്നില്ലേ? തമ്മിലടിക്കായിരുന്നില്ലേ ആദ്യ അവസാനം? ഇത്രയും ഗതികെട്ട ഒരു മുന്നണി കേരളത്തിൽ UDFൻ്റെ ചിത്രം നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? അനാഥ പ്രേതത്തെ പോലെ നടക്കുന്നത് കാണുന്നില്ലേ? അവർക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നേ? എന്നിട്ടിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തട്ടകങ്ങളിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്തതിന് അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്തതിന് പഴിയും പറഞ്ഞുകൊണ്ട് നടക്കുക. അവർ പോയി രാഹുൽ ഗാന്ധി പോയിട്ട് സീതാറാം യെച്ചൂരിയോടോ അല്ലെങ്കിൽ പ്രകാശ് കാരോട്ടിനോട് MA ബേബിയോടും പോയിട്ട് അവരുടെ മുമ്പിൽ പോയി നിലവിളിക്കട്ടെ. കാരണം ഇവരൊന്നിച്ചാണല്ലോ കേരളം വിട്ടാൽ. ഈ ബീഹാറിൽ പോലും ഇവരൊന്നിച്ചല്ലേ മത്സരിച്ചിരുന്നേ. എന്നിട്ടിപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റുകാർ നോമിനേഷൻ കൊടുക്കാൻ ചങ്കൂറ്റമില്ലെങ്കിൽ അത് പറയട്ടെ എന്ന്. പഴയ കാലത്ത് ബംഗാളിലൊരു കാര്യം ഓർക്കണം. ബംഗാളിൽ ഇപ്പോൾ CPM നേതാക്കന്മാരോടൊക്കെ പറയുന്നുണ്ടല്ലോ, ബംഗാളിൽ കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇത് തന്നെയാണ് ചെയ്തത്. അന്ന് മാർക്സിസ്റ്റുകാർക്ക് നോമിനേഷൻ കൊടുക്കാൻ കൂടെ നിന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളെ നേരിടാൻ ഏത് കാലത്തും രംഗത്തുണ്ട്. അത് കേരളത്തിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10-20,000-ഓളം സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിന് ചില പോക്കറ്റുകളിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടിയായിട്ട് BJP മാറി. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അനവധി ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ BJPയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. നഗരസഭകളിൽ BJP നിർണായക ശക്തിയാകും. തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനുകളിൽ BJP ഭരണകക്ഷിയാകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലും കടക്കുന്നില്ല. പക്ഷേ ആ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തനത്തിലുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുടെ ഹൃദയത്തിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ അട്ടപ്പാടിയിലെ സുഹൃത്തിൻ്റെ നമ്മുടെ പരിഭവവും പരിവേദനവും നമ്മൾ കേട്ടു. അട്ടപ്പാടിയിൽ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ നാളായിട്ട് എന്താ ചെയ്യുന്നത്? ആദിവാസികളുടെ കേന്ദ്രമാണിത്, നമുക്കൊക്കെ അറിയാം. അവിടെ ഒരു സർക്കാർ ആശുപത്രിയുണ്ട്, പോയി കാണേണ്ടതാ. ഞാനവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവിടേക്ക് ആവശ്യമുള്ള പണം കൊടുക്കുന്നതിന് പകരം പെരിന്തൽമണ്ണയിലുള്ള AKG ആശുപത്രിയിലേക്കാണ്, അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന ആശുപത്രിയിലാണ്, EMSൻ്റെ AKGയുടെ പേരിലാണ് ആശുപത്രിയിലേക്കാണ് സർക്കാർ പണം കൊടുക്കുന്നത്. ഇവിടുത്തെ ആദിവാസി ക്ഷേമത്തിന് കൊടുക്കേണ്ട പണം പോലും മറിച്ച് നൽകിയ പാർട്ടിയാണത്. അവിടെ കൊടിയ അഴിമതിയാണ് നടക്കുന്നത് ആദിവാസി മേഖലയിൽ. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ആദിവാസി മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പഞ്ചായത്തിൽ പ്രാതിനിധ്യമുണ്ട്, ബ്ലോക്കിൽ പ്രാതിനിധ്യമുണ്ട്. ഇത്തവണ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പോകുമ്പോൾ
അവർക്ക് സമനില തെറ്റുന്നതിൽ അതിശയമൊന്നുമില്ല. അട്ടപ്പാടിയിലെ റിസൾട്ട് നമുക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി.